എതിർപ്പുടൻ കടുകൊടുമേയുള്ളവർ ഇരുവരും കൊടുക്കാനേ ഹര ഹര ജഗത്തിനാലിറെ പുലി അവനോട് കടും ഉറയാത നിലയാനേ എതിർപ്പുടൻ കടുകൊടുമയിലെ അവർ ഇരുവരും കൊടുക്കാനേ ഹര ഹര ജഗത്തിനാലിറെ പുലി അവനോട് കടും ഉറയാത നിലയാനേ നിലക്കലാനവർ തിരക്കലായി അവനൊഴിക്കലായി ഭഗത്തിലെ നട ഇരുവരിശം പിന്നിടാനടുവിൽ വരവായി ചമർച്ചൊടിയായി കരുടന്ന ശിവരുടെ ഇരുനവ ഗങ്ങളും മുറിയായി മദത്തിൽ ഹംസതൻ അസുരവിലെ ഒരു സുആനത്തിൽ മൊഴിയാലെ അറിയത് മഹത്വവും പകവും ഇസ്ലാമിൽ അധികം ചെയ്തവൻ നീനേ നിനക്ക് എന്റെ നിലകുടൻ ബദലെടുപ്പോ എന്നും കുടിക്കണം പേശിപ്പെട്ടി അവനുടെ ഇരു ചുമലിടയിൽ പറ്റി മശഹൂർ ശുദഅത്തുള്ള അസ്വദ് ഇണങ്കിരി പൊളിയാ കഠിനമായ നിലയിൽ രണ്ടുപേരും ഒരക്രമത്തിൽ അർഹരത്തോടുകൂടെ പോരടിച്ചു നിൽക്കുകയാണ്. ഒറ്റവാള് കൊണ്ടാണെങ്കിലും അള്ളാഹുവിന്റെ പോലെ അവനോടൊട്ടും ഇതാ പ്രിയപ്പെട്ടവരെ ഒട്ടും കുറയാതെ വിധം പോരാടിക്കൊണ്ട് നിൽക്കുന്ന സമയത്ത് അദ്ദേഹം മുന്നേറിക്കൊണ്ട് തിരിക്കുകയും അപ്പോൾ അസ്വദ് പിന്നിലേക്ക് മാറി ഹൗലിങ്കിൽ നിന്ന് പോന്ന് രണ്ട് ഭാഗത്തെ ആളുകൾ മധ്യത്തിലേക്ക് വരികയാണ്. യുദ്ധഗതികളൊക്കെ മൂർച്ച കൂടുകയാണ്. ഈ സമയത്താണ് ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു തആല അൻഹു അവന്റെ കട്ടിയുള്ള 18 ആയുധങ്ങൾ ഓരോന്നായി മുറിച്ചു മാറ്റി. പ്രിയപ്പെട്ടവരെ, അങ്ങനെ മഹാനായിരിക്കുന്ന ഹംസത്ത് റളിയല്ലാഹു തആല അൻഹുവിന്റെ മുമ്പിൽ നിൽക്കുന്ന അസ്വദിന്റെ എല്ലാ ആയുധങ്ങളും നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇനി അവന്റെ കയ്യിൽ ഒന്നുമില്ല. ഈ സമയത്ത് അസ്വദിനോട് ഹംസ തങ്ങൾ പറഞ്ഞു, ദുഷ്ടനായ അസ്വദേ, എന്നെ നീ അറിയില്ലേ എന്ന ചോദ്യത്തിന്റെ മറുപടി ഞാൻ പറയുകയാണ്. ഹംസ റളിയല്ലാഹു അൻഹു പറയുകയാണ്, പരിശുദ്ധ ഇസ്ലാമിനെ പരിധി വിട്ടുകൊണ്ട് ആക്ഷേപിച്ച പകയാ എന്റെയും എന്റെ ഹബീബായ മുത്തുനബി തങ്ങളുടെ സഹാബത്തിന്റെയും ഹബീബായ മുത്തുനബിയുടെയും സമ്മതമില്ലാതെ നീ ഫലമായി വെള്ളം കുടിക്കെന്ന് പറഞ്ഞില്ലേ? കുടിക്കടാ, നീ ആണാണെങ്കിൽ വെള്ളം കുടിക്ക്, ഞാനൊന്ന് കാണട്ടെ എന്ന് പറഞ്ഞ് മഹാനായിരിക്കും ഹംസ റളിയല്ലാഹു അൻഹു അസ്വദിന്റെ ആ വെല്ലുവിളിക്ക് പകരം ചോദിച്ചിട്ട് പറയുന്നു, നീ ആൺകുട്ടിയാണെങ്കിൽ കുടിക്കടാ വെള്ളം. എടാ ദുഷ്ട, നീ ഒരിക്കലും വെള്ളം കുടിക്കണ്ടടാ. നീ പരിശുദ്ധമായിരിക്കുന്ന ഇസ്ലാമിനെയും ഹബീബായ മുത്തുനബിയും പരിധി വിട്ടുകൊണ്ട് നീ ആക്ഷേപിച്ചവനാടാ. ഇതും പറഞ്ഞുകൊണ്ട് മഹാനായിരിക്കുന്ന ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു തആല അൻഹു തന്റെ ഘടകമതാ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് എല്ലാവിധ വെല്ലുവിളിയോടുകൂടെ അഹങ്കാരത്തോടുകൂടെ ബദറിന്റെ പോർക്കളത്തിലേക്ക് വന്ന അസ്വദിന്റെ ദർഗയിലേക്ക് ബിസ്മില്ലാഹ് ഒരു വെട്ടങ്ങ് വെച്ചു കൊടുക്കുകയാണ്. ആ വെട്ടങ്ങ് വെച്ചപ്പോൾ അസ്വദിന്റെ നെറുകുന്തലയിൽ ആ വെട്ടുകൊള്ളുന്നു. അവന്റെ മൂക്ക്, അവന്റെ വായ, അതുപോലെ അവന്റെ നെഞ്ച് എല്ലാം രണ്ട് പിളർപ്പായി ബദറിലേക്ക്